ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഇളനീർ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് കഴിച്ചു തുടങ്ങിയാൽ വീണ്ടും വീണ്ടും കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഒരു ചൈന ഗ്രാസിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് ഇളനീർ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇളനീർ വെള്ളത്തിലും മധുരം ഉണ്ടാവും, പക്ഷേ ആ ഒരു മധുരം മാത്രമാകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചുകൂടി മധുരം വേണം, എങ്കിൽ മാത്രമേ ഒരു ഡിസേർട്ടിന് ഒരു കറക്റ്റായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചൈന ഗ്രാസ് നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുക്കണം. പിന്നെ ഏകദേശമൊക്കെ ഒന്നിങ്ങനെ മെൽറ്റായി വന്നാൽ ബാക്കിയുള്ള ആ ഒരു ഇളനീർ വെള്ളം, നമ്മളിപ്പോൾ പൊട്ടിച്ച് വെച്ച ഒരു ഇളനീർ വെള്ളം ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ ഏകദേശം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓപ്ഷണലാണ്, വേണമെന്നില്ല. ഈ ഒരു എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക. ഇനി ഇത് നമ്മൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രേയിലേക്ക് ഇതൊന്ന് അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചൈന ഗ്രാസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ടായിട്ട് അല്ലെങ്കിൽ തരികളായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട് കേട്ടോ. അരിച്ചതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കിത് കുറച്ച് ടൈം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ലോണം സെറ്റായി വന്നിട്ട് ഇതുപോലെ ക്രിസ്റ്റൽ രൂപത്തിലാണ് നമുക്കിത് കിട്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്കൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ. ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടട്ടെ. ഇതിങ്ങനെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ, അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സ്ഡ് ജാറിലേക്ക് നമ്മുടെ ഇളനീരിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുക്കണേ. അപ്പോൾ ഈ ഒരു പൾപ്പിൻ്റെ ആ ഒരു ബ്രൗൺ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിനായിട്ടുള്ള മിൽക്ക് മെയ്ഡും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് വേണം പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മിൽക്ക് മെയ്ഡ് ഇല്ലാതെ പഞ്ചസാര മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് പാലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് പാലും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ഏലക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക, അതായത് ഒന്ന് അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഇളനീരിൻ്റെ വെള്ളം കൊണ്ടുണ്ടാക്കിയ ആ ഒരു പുഡിംഗ് ഉണ്ടല്ലോ, അത് ഇതുപോലെ വേറൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ജ്യൂസും കൂടിയും, അതായത് ആ ഒരു ഇളനീർ ജ്യൂസും കൂടിയും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കസ്കസും അതുപോലെ തന്നെ കുറച്ച് നട്ട്സും ബദാമും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഒരു നട്ട്സൊന്നും ഇല്ലാത്ത തന്നെ ഇതിങ്ങനെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് കഴിച്ച് തുടങ്ങുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രം കാലിയാകും കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റാണ്. ഈ ഒരു നോമ്പിനോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. ഇത് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈസിയായ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്